ഓണം കള്ളക്കഥയാണോ? വാമനൻ വന്നപ്പോൾ കേരളം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഓണം വന്നു? അഞ്ചാമത്തെ അവതാരമായ വാമനൻ മാവേലിയെ ചവിട്ടിയപ്പോൾ കേരളമേ ഇല്ലായിരുന്നു. പിന്നെങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കും? ഇതൊരു കള്ളക്കഥയാണോ? ശാസ്ത്രവും ഐതിഹ്യവും തമ്മിലുള്ള സംശയം. പുരാണങ്ങൾ വെച്ച് നോക്കിയാൽ വാമനൻ വന്നു കഴിഞ്ഞിട്ടാണ് പരശുരാമൻ മഴു എറിഞ്ഞ് കേരളം ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവേലി നാട് വാണിരുന്നു എന്ന് പറയുന്ന കേരളം എവിടെയായിരുന്നു? ചോദ്യം ശരിയാണ്. ചരിത്രപരമായി നോക്കിയാൽ അന്ന് ഇന്നത്തെ കേരളം ഭൂമിയിൽ രൂപപ്പെട്ടിരുന്നേയില്ല. ഓണത്തിന്റെ യഥാർത്ഥ അർത്ഥം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? ഓണം എന്നത് വെറുമൊരു ചരിത്ര സംഭവമല്ല, അതൊരു സങ്കല്പമാണ്. കള്ളവും ചതിയുമില്ലാത്ത, മനുഷ്യരെല്ലാം ഒന്നുപോലെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സുവർണകാലത്തിന്റെ ഒന്ന. ഭൂമിശാസ്ത്രപരമായി കേരളം പിന്നീട് ഉണ്ടായതാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ മാവേലി എന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓണം കള്ളക്കഥയല്ല, അത് നമ്മുടെ സംസ്കാരമാണ്, സ്നേഹത്തിന്റെ ആഘോഷമാണ്.